സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ലിസ്റ്റിംഗ് ആണ്. ലിസ്റ്റിംഗ് എന്നുള്ള ടേം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ ട്രേഡിംഗ്, ഷെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് ലിസ്റ്റിംഗ് എന്ന് നമ്മൾ പഠിക്കും. അതുപോലെ ലിസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ ഒരു കമ്പനി അവർക്ക് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ മീറ്റ് ചെയ്യേണ്ട ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അതെന്തൊക്കെയാണ്, അതുപോലെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു കമ്പനിക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചാപ്റ്ററിൽ, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്താണ് ലിസ്റ്റിംഗ് എന്ന് നോക്കാം. എ കമ്പനി ഓഫറിംഗ് ഇറ്റ്സ് ഷെയർസ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഈസ് റിക്വയർഡ് ടു ബി ലിസ്റ്റഡ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇനി പറയുന്നു, ലിസ്റ്റിംഗ് ഈസ് ദ ഇൻക്ലൂഷൻ ഓഫ് ദ നെയിം ഓഫ് ദ കമ്പനി ഇൻ ദ ഒഫീഷ്യൽ ട്രേഡ് ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസ് വിച്ച് ക്യാൻ ബി ഡെൽറ്റ് വിത്ത് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ എന്താണ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. പബ്ലിക്കിൽ നിന്ന് അവർക്ക് ധനസമാഹരണം നടത്തണമെങ്കിൽ, ക്യാപിറ്റൽ റേസ് ചെയ്യണമെങ്കിൽ അതിനവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റിങ്ങിൽ ഉൾപ്പെടുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ ഈ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്, അതാണ് ഇനി പറയുന്നത്. ഇൻക്ലൂഷൻ ഓഫ് ദ നെയിം ഓഫ് ദ കമ്പനി ഇൻ ദ ഒഫീഷ്യൽ ട്രേഡ് ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസ് വിച്ച് ക്യാൻ ബി ഡെൽറ്റ് വിത്ത് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടാനായി ഒരു കമ്പനി അവരുടെ പേര് ആ ട്രേഡിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഇൻക്ലൂഷനാണ്. എന്തിനെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? നെയിം ഓഫ് ദാറ്റ് കമ്പനി, ആ കമ്പനിയുടെ പേര്. എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തുന്നത്? ട്രേഡ് ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ സെക്യൂരിറ്റീസിൽ ഇത് ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു കമ്പനി അവരുടെ പേര് അത്തരം ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനികൾക്കാണ് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി എന്തൊക്കെയാണ് ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തേണ്ടത്? അതായത് ഇനി പറയുന്ന റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്താൽ മാത്രമേ ഒരു കമ്പനിക്ക് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ്? ആദ്യത്തെ റിക്വയർമെൻറ്റ് എന്താണ്? The minimum issued capital of a company shall be 10 crores in the case of a large company and 3 crores in the case of small company. വലിയ കമ്പനികളുടെ കാര്യത്തിൽ 10 കോടിയും ചെറിയ കമ്പനികളുടെ കാര്യത്തിൽ 3 കോടിയും ആയിരിക്കണം എന്ത്? മിനിമം ഇഷ്യൂഡ് ക്യാപിറ്റൽ. അതായത് വലിയൊരു കമ്പനിയാണെങ്കിൽ, ഒരുപാട് ടേൺ ഓവറൊക്കെയുള്ള സൈസിൻ്റെ കാര്യത്തിൽ വളരെ വലിയ ഒരു കമ്പനിയാണെങ്കിൽ മിനിമം ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 crore ആയിരിക്കണം. ഇനി സ്മോൾ കമ്പനികളാണെങ്കിൽ അവിടെ 3 crore ആയിരിക്കണം. ഇപ്പോൾ ശരിക്കും നമ്മൾ അത് പഠിക്കുമ്പോൾ, കമ്പനീസ് ആക്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പം എങ്ങനെയാണ് നമുക്കൊരു ലാർജ് കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഒരു സ്മോൾ കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ ലാർജ് കമ്പനി ആണെങ്കിൽ റിക്വയർമെൻറ്റ് എന്താണ്? 10 crore ആയിരിക്കണം മിനിമം ഇഷ്യൂഡ് ക്യാപിറ്റൽ. അതേസമയം സ്മോൾ കമ്പനി ആണെങ്കിലോ 3 crore ആയിരിക്കണം മിനിമം ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇനി അടുത്ത റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ദ മിനിമം പബ്ലിക് ഓഫർ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഷുഡ് ബി 60% ഓഫ് ദ ടോട്ടൽ ഇഷ്യൂ. അതായത് ടോട്ടൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ 60% എന്തായിരിക്കണം? 60% എങ്കിലും മിനിമം ആയിരിക്കണം. മിനിമം ഓഫർ ചെയ്യുന്നത് പബ്ലിക് ഓഫറായിട്ട് മിനിമം എത്രയെങ്കിലും വേണം? 60% എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത്, the company should give an undertaking specifying that it shall not indulge in certain activities prohibited by law. അതായത് നിയമപരമായി തെറ്റായിരിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്ന ഒരു കമ്പനി അല്ല ഇത് എന്ന് പ്രൂവ് ചെയ്യണം. ഈ കമ്പനി തന്നെ അത് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അതായത് ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഒരു കമ്പനിക്കുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റൂ? ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ 3 റിക്വയർമെൻറ്റ്സ് നമ്മൾ കണ്ടു. ആദ്യത്തേത് എന്താണ്? മിനിമം ഇഷ്യൂഡ് ക്യാപിറ്റൽ. വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം 10 കോടിയും ചെറിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം 3 കോടിയും ആയിരിക്കണം എന്ത്? മിനിമം ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇനി
പബ്ലിക് ഓഫർ എത്രയായിരിക്കണം, മിനിമം എത്രയെങ്കിലും ഉണ്ടാവണം, ടോട്ടൽ ഇഷ്യൂവിൻ്റെ 60% ആയിരിക്കണം പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അടുത്തത്, ദ കമ്പനി ഷുഡ് ഗീവ് ആൻ അണ്ടർടേക്കിംഗ് സ്പെസിഫൈയിങ് ദാറ്റ് ഇറ്റ് ഷാൽ നോട്ട് ഇൻഡൽജ് ഇൻ സർട്ടൻ ആക്ടിവിറ്റീസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ. ഇനി അടുത്ത റിക്വയർമെൻ്റ് ആണ്, അലോട്ട്മെൻറ്റ് ഷുഡ് ബി ഇക്വിറ്റബിൾ, ഫെയർ ആൻഡ് അൺകണ്ടീഷണൽ. ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയുള്ളതായിരിക്കണം, അത് നീതിപൂർവമായിരിക്കണം, ഫെയർ ആയിരിക്കണം. അവിടെ എന്തുണ്ടാകാൻ പാടില്ല, ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ആക്ടിവിറ്റിയും ഉണ്ടാകാനായിട്ട് പാടില്ല. അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മസ്റ്റ് കണ്ടെയ്ൻ പ്രിസ്ക്രൈബ് പ്രൊവിഷൻ. അതായത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് കമ്പനിയുടെ അടിസ്ഥാന രേഖകളായ ബേസിക് ഡോക്യുമെൻറ്റ്സ് ആയ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത്, ദെയർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 3 year ലോക്ക്-ഇൻ പീരീഡ് ഫോർ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. അതായത് കമ്പനിയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോട്ടർമാരുടെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ ഉണ്ടല്ലോ, എമൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ലോക്ക്-ഇൻ പീരീഡ് മിനിമം 3 വർഷമെങ്കിലും ആയിരിക്കണം. 3 വർഷത്തെ മിനിമം ലോക്ക്-ഇൻ പീരീഡ് ഉണ്ടായിരിക്കണം. എന്തിന്? പ്രൊമോട്ടർമാരുടെ കോൺട്രിബ്യൂഷന്. അപ്പോൾ ഇത്രയാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനി അവർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, അല്ലെങ്കിൽ അവർ മീറ്റ് ചെയ്യേണ്ട റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തേത്, ഒരു മിനിമം ഇഷ്യൂഡ് ക്യാപിറ്റൽ വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം 10 കോടി, ചെറിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത് 3 കോടി ആയിരിക്കണം. അടുത്ത റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്, പബ്ലിക് ഓഫർ മിനിമം എത്രയെങ്കിലും ഉണ്ടാവണം, ടോട്ടൽ ഇഷ്യൂവിൻ്റെ 60% ഉണ്ടാവണം. അടുത്തത്, ദ കമ്പനി ഷുഡ് ഗീവ് ആൻ അണ്ടർടേക്കിംഗ് സ്പെസിഫൈയിങ് ദാറ്റ് ഇറ്റ് ഷാൽ നോട്ട് ഇൻഡൽജ് ഇൻ സർട്ടൻ ആക്ടിവിറ്റീസ് പ്രൊഹിബിറ്റഡ് ബൈ. നിയമപരമായി തെറ്റായിരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഈ കമ്പനി ഇന്നേ വരെ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം തെളിയിക്കാനുള്ള ബാധ്യത ഈ കമ്പനിക്കുണ്ട്. അതൊരു റിക്വയർമെൻ്റ് ആണ്. ഇനി അടുത്തത് പറയുന്നു, അലോട്ട്മെൻറ്റ് ഷുഡ് ബി ഇക്വിറ്റബിൾ, ഫെയർ ആൻഡ് അൺകണ്ടീഷണൽ. അതായത് നീതിയുക്തമായിട്ടായിരിക്കണം ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് നടക്കേണ്ടത് എന്നാണ് ഈ പറയുന്നതിൻ്റെ ചുരുക്കം. ഇനി അടുത്തത്, മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മസ്റ്റ് കണ്ടെയ്ൻ പ്രിസ്ക്രൈബ് പ്രൊവിഷൻ. ലിസ്റ്റിങ്ങിനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എല്ലാം ഈ കമ്പനിയുടെ MOAയിലും AOAയിലും ഉണ്ടായിരിക്കണം. അടുത്തത്, ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 3 years ലോക്ക്-ഇൻ പീരീഡ് ഫോർ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ടർമാർ സംഭാവന ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ്റെ ലോക്ക്-ഇൻ പീരീഡ് എന്ന് പറയുന്നത് മിനിമം 3 വർഷമായിരിക്കണം. ഇത്രയുമാണ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഒരു കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആ കമ്പനിക്ക് കിട്ടുന്ന ചില നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം അഡ്വാൻറ്റേജസിലേക്ക് പോകാം. ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ആദ്യത്തെ അഡ്വാൻറ്റേജ്, ആക്സസ് ടു ദ ക്യാപിറ്റൽ. നമുക്കറിയാം, ഒരു കമ്പനി അവർക്ക് ശരിക്കും എക്സ്പാൻഷൻ വേണമെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, അല്ലേ? അതിനനുസരിച്ചുള്ള മൂലധനം ഉണ്ടെങ്കിലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എക്സ്പാൻഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കമ്പനിക്ക് അവരാഗ്രഹിക്കുന്ന അത്രയും മൂലധനം ആകർഷിക്കാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും. അതായത് ആളുകളുടെ ഇടയിൽ ഉള്ള അവരുടെ ആ റിസർവ് ഫണ്ട്, അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫണ്ട്, അത് ചിലപ്പോൾ ഡെറ്റ് മണി ആയിരിക്കാം. അത് നമുക്ക് ആകർഷിക്കാനും നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഡെറ്റ് മണിയെ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡബിൾ ആക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഫ്രൂട്ട്ഫുൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ്, ആക്സസ് ടു ക്യാപിറ്റൽ. ലിസ്റ്റിംഗ് അലൗസ് കമ്പനീസ് ടു റേസ് ലാർജ് എമൗണ്ട്സ് ഓഫ് ക്യാപിറ്റൽ ഫ്രം ദ പബ്ലിക്, സപ്പോർട്ടിംഗ് എക്സ്പാൻഷൻ, R&D ഓർ ഡെപ്റ്റ് റിഡക്ഷൻ. അപ്പോൾ കമ്പനിക്ക് ആവശ്യമുള്ളത് എന്താണ്, ക്യാപിറ്റലാണ്, അല്ലേ? അത് ആളുകളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നവരാകാം. അപ്പോൾ അവരിൽ നിന്ന് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ആകർഷിക്കാനായിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് ഈ പണത്തെ കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ്. ആളുകളുടെ ഇടയിലുള്ള ആ പണത്തെ, അതായത് അവരുടെ ചിലപ്പം സേവിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പ്രോഫിറ്റൊക്കെ ആയിരിക്കാം, അങ്ങനെയുള്ള പണം നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ടൂളായിട്ട് ലിസ്റ്റിങ്ങിലൂടെ എന്ത് ചെയ്യുക, ലിസ്റ്റിംഗ് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എന്ത്, ലിസ്റ്റിംഗ്. അപ്പോൾ ക്യാപിറ്റലിലേക്കുള്ള, നമ്മുടെ കമ്പനിയിലേക്കുള്ള ക്യാപിറ്റൽ അത് ആകർഷിക്കുന്നതിനുള്ളൊരു വഴിയാണ് എന്ത്, ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്.
ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് വിസിബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിക്ക് സ്വാഭാവികമായ ഒരു ഗുഡ് വിൽ ഉണ്ടായിരിക്കും അല്ലേ? കാരണം അങ്ങനെ ലിസ്റ്റ് ചെയ്തൊരു കമ്പനി ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇത് ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കാരണം കുറേ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവരെന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും റിക്വയർമെൻറ്റ്സ് അവർ മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നല്ല ഫൗണ്ടേഷനുള്ള നല്ല ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കമ്പനി ആയിരിക്കുമെന്ന് സ്വാഭാവികമായും എന്ത് ചെയ്യും, ആളുകൾ ഊഹിക്കും. അപ്പോൾ അതിലൂടെ അവർക്ക് എന്താ ലഭിക്കുന്നത്, ഒരു ക്രെഡിബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ ഇടയിൽ അതിനൊരു പേരുണ്ടായിരിക്കും, ആ കമ്പനിക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കും. അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം കമ്പനിക്ക് എന്ത് കിട്ടുന്നു, വിസിബിലിറ്റി കിട്ടുന്നു അല്ലേ? എല്ലാ ആളുകളും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ മൊത്തം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. വളരെ കുറച്ച് കമ്പനികളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് സ്വാഭാവികമായും പബ്ലിക്കിൻ്റെ വിസിബിലിറ്റി കൂടുതലായിരിക്കും. ലിസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പം ആ കമ്പനിയിലുള്ള ആളുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുകയും ചെയ്യും, ക്രെഡിബിലിറ്റി വർദ്ധിക്കുകയും ചെയ്യും. Being listed boosts public image, enhances brand value and increases trust among investors, customers and partners. ഇനി അടുത്താണ് ലിക്വിഡിറ്റി ഫോർ ഇൻവെസ്റ്റേഴ്സ്. അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ്. ലിസ്റ്റഡ് ഷെയർസ് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് ഈസിലി, പ്രൊവൈഡിങ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻസ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചില സിനിമകളിലോ അല്ലെങ്കിൽ സീരീസിലുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ആളുകൾ ട്രേഡ് ചെയ്യുന്നു അല്ലേ, ഷെയറുകൾ വാങ്ങിക്കുന്നു, പെട്ടെന്ന് വിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന പല മാൽ പ്രാക്ടീസസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് പല സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി ഉറപ്പുവരുത്താനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ കയ്യിലുള്ള ഷെയർ പെട്ടെന്ന് തന്നെ ട്രേഡ് ചെയ്ത് പണമാക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട് അല്ലേ? അപ്പോൾ അതാണ് ഈ ലിക്വിഡിറ്റി കുറച്ചും കൂടെ കൂടുതലാണ് എന്തിന്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഷെയറുകൾ വാങ്ങിക്കാനായിട്ട് പറ്റും, അവർക്ക് ബൈ ചെയ്യാൻ പറ്റും, ആവശ്യമുള്ളപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉറപ്പാക്കാൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ രണ്ട് അഡ്വാൻറ്റേജസും കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കമ്പനിക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് ആണ്. ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് ആണ്. അവർക്ക് എന്ത് ഉറപ്പുവരുത്താൻ കഴിയുന്നു, ഒരു ഫ്ലെക്സിബിലിറ്റി ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഉറപ്പുവരുത്താനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് മാർക്കറ്റ് വാല്യുവേഷൻ ആൻഡ് പ്രൈസ് ഡിസ്കവറി. ഷെയർ പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മാർക്കറ്റ് ഫോഴ്സസ് ഓഫറിംഗ് റിയൽ ടൈം വാല്യുവേഷൻ ഓഫ് ദ കമ്പനീസ് വർത്ത്. അതായത് കമ്പനികളുടെ മൂല്യനിർണ്ണയം നടത്താനായിട്ട് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് മാർക്കറ്റിലെ മറ്റ് സംഭവവികാസങ്ങളായിരിക്കാം അല്ലേ? മാർക്കറ്റിൽ ഇപ്പോൾ ഒരു രാജ്യത്തെ എക്കണോമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതുപോലെ ട്രേഡ് വാറുകൾ, ഇപ്പോൾ നടക്കുന്നത് പോലെയുള്ള ട്രേഡ് വാറുകൾ, ഇതെല്ലാം ഒരു കമ്പനിയുടെ എന്തിനെ ബാധിക്കും, ഷെയറിൻ്റെ പ്രൈസിനെ എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നുണ്ട്. ഈ പ്രൈസിനെ അടിസ്ഥാനമാക്കി ഒരു കമ്പനിയുടെ മൂല്യനിർണ്ണയം നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് ഡിസ്കവറി നടത്താനും അതുപോലെ മാർക്കറ്റ് വാല്യുവേഷൻ നടത്താനും എന്തിലൂടെ സാധിക്കുന്നു, ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ ഒരു കമ്പനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണ്. ആ കമ്പനിയുടെ മൂല്യം എത്രയാണെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ആ ഷെയർ പ്രൈസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അടുത്തതാണ് എംപ്ലോയി ഇൻസെൻറ്റീവ്സ്, ഇസോപ്സ്. Companies can attract and retain talent by offering stock options that are tradable on the exchange. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു മിഡിൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റിലോ ഉള്ളവരല്ല, ശരിക്കും ഹയർ മാനേജ്മെൻറ്റിലൊക്കെ ഉള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ചില കമ്പനികൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ശമ്പളം മാത്രമല്ല, അതോടൊപ്പം കമ്പനിയുടെ ഒരു കുറച്ച് ഷെയറും കൂടെ എന്ത് ചെയ്യും, ഓഫർ ചെയ്യും. ഈ ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഭാവിയിൽ ഈ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയിലേക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ അതിലൂടെ സാധിക്കും. ഇപ്പോൾ ഒരു കമ്പനി, ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി എന്നല്ലേ. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അവിടെ ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് പോസ്റ്റിൽ നമ്മൾ ജോലി ചെയ്യുന്നു, അതിന് നമുക്ക് ശമ്പളം കിട്ടുന്നു, അതൊക്കെ. പക്ഷെ അതോടൊപ്പം ആ കമ്പനിയുടെ ഓണർഷിപ്പിൻ്റെ ഒരു ഓഹരിയും കൂടെ നമുക്ക് ലഭിക്കുന്നു എന്ന് കാണുമ്പം ആ കമ്പനിയിൽ ശരിക്കും വർക്ക് ചെയ്യാൻ ആളുകൾക്ക് എന്ത് ചെയ്യും, താല്പര്യം തോന്നും. കാരണം ഭാവിയിൽ ആ സ്റ്റോക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡബിൾ ആണ് അല്ലേ, എക്സ്ചേഞ്ചിൽ അത് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നല്ല ശരിക്കും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു കമ്പനിയിലേക്ക് ആകർഷിക്കാനുള്ളൊരു ടൂളായിട്ടും ഇത് ഉപയോഗിക്കാമെന്നുള്ള അത് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു അഡ്വാൻറ്റേജ്. കാരണം നല്ല ടാലൻറ്റുകളെ കമ്പനിയിലേക്ക് എന്ത് ചെയ്യാം,
ആകർഷിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ്. ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്താണ്? ആക്സസ് ടു ക്യാപിറ്റൽ. ആളുകളുടെ ഇടയിലുള്ള സേവിങ്സ് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് നമ്മുടെ കമ്പനിയിലേക്ക് അട്രാക്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു വലിയ ആക്സസ് നമുക്ക് ക്യാപിറ്റലിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് ഇൻക്രീസ്ഡ് വിസിബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി. കമ്പനി എല്ലാവരുടെ മുമ്പിൽ അല്ലെ വിസിബിൾ ആവുന്നു അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ വിശ്വാസ്യത വർദ്ധിക്കുന്നു, ക്രെഡിബിലിറ്റി വർദ്ധിക്കുന്നു. ലിസ്റ്റ് ചെയ്ത കമ്പനി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കമ്പനികളിലെ ആളുകൾക്ക് എന്തുണ്ടാവും? ഒരു വിശ്വാസ്യത ഉണ്ടാവും. ഇനി അതുപോലെ ലിക്വിഡിറ്റി ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് ലിക്വിഡിറ്റി അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഉറപ്പുവരുത്താൻ ഇതിലൂടെ സാധിക്കുന്നു. അതുപോലെ മാർക്കറ്റ് വാല്യുവേഷൻ ആൻഡ് പ്രൈസ് ഡിസ്കവറി. ഒരു കമ്പനിയുടെ വാല്യുവേഷൻ നടത്താനായിട്ട് ലിസ്റ്റിങ്ങിലൂടെ അത് കുറച്ചുകൂടി എളുപ്പം ആ കമ്പനിയുടെ മൂല്യനിർണ്ണയം നടത്താനായിട്ട് അതിലൂടെ സാധിക്കുന്നു. ഇനി എംപ്ലോയി ഇൻസെൻറ്റീവ്സ് അല്ലേ, നല്ല ടാലൻറ്റുകളെ അട്രാക്റ്റ് ചെയ്യാനും നിലവിലുള്ള ടാലൻറ്റുകളെ നിലനിർത്താനും അവരിപ്പോൾ വേറൊരു കമ്പനിയിൽ ഒരു ഓഫർ കിട്ടുന്നു, അങ്ങോട്ടേക്ക് പോകുന്നതിന് പകരം കുറച്ച് ശമ്പളം അവർക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നു, അതോടൊപ്പം കമ്പനിയുടെ കുറച്ച് ഷെയറും കൂടെ തരാമെന്ന് പറയുമ്പോൾ ചിലപ്പം നല്ല ടാലൻറ്റുകൾ ആ കമ്പനിയിൽ തന്നെ എന്ത് ചെയ്യും? റീറ്റെയിൻ ചെയ്യും. അപ്പം അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റിങ്ങിലൂടെ ലഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ലിസ്റ്റിങ്ങിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ. ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ കോസ്റ്റ്. ഇപ്പം നമ്മൾ കുറേ അഡ്വാൻറ്റേജസ് പറഞ്ഞെങ്കിലും ഇതിനൊക്കെ പിന്നിൽ നല്ല ചിലവുണ്ട്. ഒരു കമ്പനിയെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ചിലവുള്ളൊരു കാര്യമാണ്. ലിസ്റ്റിംഗ് ഇൻവോൾവ് സിഗ്നിഫിക്കൻറ്റ് കോസ്റ്റ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, എക്സ്പെൻസസ്, ലീഗൽ ഫീസ്, കംപ്ലയൻസ് കോസ്റ്റ്, ആനുവൽ ലിസ്റ്റിംഗ് ഫീസ് എക്സെട്ര. അതായത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ട് കുറച്ച് ഫീസ് കൊടുക്കേണ്ടതുണ്ട്. ലീഗൽ ഫീസ്, കംപ്ലയൻസ് കോസ്റ്റ്, ആനുവൽ ലിസ്റ്റിംഗ് ഫീസ്, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. അപ്പം ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ക്യാപിറ്റലിലേക്ക് ആക്സസ് കിട്ടുമെങ്കിലും അതോടൊപ്പം കുറേ ചിലവുകളുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. ഇനി അടുത്തത് റെഗുലേറ്ററി സ്ക്രൂട്ടിനി. കമ്പനീസ് മസ്റ്റ് കംപ്ലൈ വിത്ത് സ്ട്രിക്ട് ഡിസ്ക്ലോഷർ ആൻഡ് റിപ്പോർട്ടിംഗ് നോംസ് വിച്ച് ക്യാൻ ബി ബേർഡൻസം ആൻഡ് ലിമിറ്റ് ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി. അതായത് നമുക്കറിയാം ഒരു കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ് ഉണ്ട് അല്ലേ. ഡ്യൂ ഡെലിജൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ കുറേ നിയമവശങ്ങൾ എന്ത് ചെയ്യണം? നന്നായി പഠിച്ച് അത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അത് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതോടൊപ്പം ലിസ്റ്റ് ചെയ്യുക എന്നും കൂടെ പറയുമ്പം കുറച്ചും കൂടെ അത് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ കമ്പനികൾ എന്ത് ചെയ്യണം? സാധാരണ കമ്പനികളെക്കാൾ കൂടുതൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ കംപ്ലയൻസ് കൂടുതലാണ്. അതാണ് ഇവിടെ പറയുന്നത്. റിപ്പോർട്ടിംഗ് നോംസ് ഒക്കെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ്. ചില കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാരമാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്തതാണ് ലോസ് ഓഫ് കൺട്രോൾ. എങ്ങനെയാണ് കൺട്രോൾ നഷ്ടപ്പെടുന്നത്? ഇഷ്യൂസ് ഷെയർസ് ടു ദ പബ്ലിക് ഡൈല്യൂട്ട്സ് ഓണർഷിപ്പ്, പൊട്ടൻഷ്യലി ലീഡിങ് ടു ദ ലോസ് ഓഫ് കൺട്രോൾ ഓർ ഇൻഫ്ലുവൻസ് ബൈ ഒറിജിനൽ ഫൗണ്ടേഴ്സ് ഓർ പ്രൊമോട്ടേഴ്സ്. ഇപ്പോൾ 3-4 പേര് ചേർന്നായിരിക്കും ഒരു കമ്പനി ആരംഭിക്കുന്നത്. അവരായിരിക്കും ചിലപ്പോൾ പ്രൊമോട്ടർമാരായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള. കമ്പനി നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യുന്നു. ഫർദർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്നു. ഷെയറുകൾ ആളുകൾ വാങ്ങിക്കുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചത്? പുറത്തുള്ള ആൾക്കാരുടെ പണം കൂടെ ഈ കമ്പനിയിലേക്ക് വരും. സ്വാഭാവികമായും അവർക്കും കൂടെ എന്ത് വരുന്നു? ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അധികാരം വരുന്നു. അപ്പോൾ ഒറിജിനൽ ഫൗണ്ടേഴ്സിൽ നിന്ന് അധികാരം മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരിലേക്കും കൂടെ അധികാരം ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ആ വിധത്തിൽ ഒറിജിനൽ ഫൗണ്ടേഴ്സിന് ഈ കമ്പനിയിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജ് ഷോർട്ട് ടേം പ്രഷർ. പബ്ലിക് കമ്പനീസ് ഓഫൻ ഫേസ് pressure to deliver quarterly results which can hurt long term strategic planning. അതായത് ഈ കമ്പനികൾ സാധാരണഗതിയിൽ ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ് അല്ലേ, അവർക്ക് ഒരു വാല്യുവേഷൻ്റെ കാര്യത്തിൽ ഒരു വർധനവ് അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതൊരു ലോങ് ടേം പ്ലാനിങ് അല്ലെങ്കിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ? അവർക്ക് ആ ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ ഈ കംപ്ലയൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താനായിട്ട് പലപ്പോഴും ക്വാർട്ടർലി റിസൾട്ട്സ് എന്ത് ചെയ്യേണ്ടി വരും? പബ്ലിഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ക്വാർട്ടർലി റിസൾട്ട്സ് എന്ന് പറയുമ്പം നമുക്കറിയാം ഒരു ക്വാർട്ടറിൽ നിന്ന് അടുത്ത ക്വാർട്ടറിലേക്കുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ മിനിമലായിരിക്കും, വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ കമ്പനിയുടെ പുറത്തൊരു കൂടുതൽ പ്രഷർ കൊടുക്കും. കാരണം ഒരു മാറ്റം ഇല്ലാത്തതുപോലെ ആയിരിക്കും ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ കമ്പനികൾക്ക് വലിയ ചേഞ്ചസ് എങ്ങനെയാണ് ഉണ്ടാവുക? ലോങ് ടേമിലായിട്ടാണ് ഉണ്ടാവുന്നത്. എന്നാൽ ക്വാർട്ടർലി റിസൾട്ട്സ്
ഡെലിവർ ചെയ്യാനുള്ള ആ ഒരു പ്രഷർ ഉണ്ടാകുമ്പോൾ ഇതിൽ വലിയ മാറ്റമില്ലാതായിട്ട് ആളുകൾക്ക് തോന്നും. ഇപ്പോൾ കമ്പനിക്ക് ഒരു ഗ്രോത്ത് ഇല്ലാത്തതുപോലെ പബ്ലിക്കിന് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് കമ്പനിക്ക് അവരെ എന്ത് ചെയ്യും, അവരുടെ ഓവറോൾ ഗ്രോത്തിനെ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇനി മറ്റ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് റിസ്ക് ഓഫ് ഹോസ്റ്റൈൽ ടേക്ക് ഓവേഴ്സ്. Public trading of shares make it easier for external entities to accumulate a controlling stake in the company. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ലോസ് ഓഫ് കൺട്രോൾ. ആ ഒരു ഡിസഡ്വാൻറ്റേജ് കുറച്ചും കൂടെ വ്യക്തമായി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ പബ്ലിക്കായിട്ട് ഷെയറുകൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, എക്സ്റ്റേണൽ എൻറ്റിറ്റീസ്, അതായത് ഈ കമ്പനിയുടെ ഒറിജിനൽ ഫൗണ്ടേഴ്സ് അല്ലാത്ത എക്സ്റ്റേണൽ എൻറ്റിറ്റീസ് എന്ത് ചെയ്യും, അവർ ചിലപ്പോൾ ഷെയർ അവർ കൂട്ടത്തോടെ വാങ്ങിക്കുകയും അങ്ങനെ അവർക്ക് ആ കമ്പനിയിൽ ഒരു കൺട്രോൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് റിസ്ക് ഓഫ് ഹോസ്റ്റൈൽ ടേക്ക് ഓവേഴ്സ് എന്ന് പറയുന്നത്. അത് ഒറിജിനലായിട്ട് ആ കമ്പനി തുടങ്ങിയ ആൾക്കാരിൽ നിന്ന് അതിൻ്റെ അധികാരം മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ കമ്പനികൾക്ക് ഉണ്ടാകാറുണ്ട് എന്ന്. ഇതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ റിവ്യൂ ചെയ്യാം. ആദ്യത്തേത് എന്താണ്, ഹൈ കോസ്റ്റ്. നമുക്ക് ആക്സസ് കിട്ടുന്നു, ഒരുപാട് പബ്ലിക്കിൽ നിന്ന് ക്യാപിറ്റൽ ആകർഷിക്കാൻ സാധിക്കുന്നുവെങ്കിലും അതുമായി ബന്ധപ്പെട്ട ചെലവെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ചിലപ്പോൾ കമ്പനികൾക്ക് അതൊരു ബർഡൻ ആകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി സ്ക്രൂട്ടനി കൂടുതലാണ്. സാധാരണ കമ്പനികളെക്കാൾ കൂടുതൽ ഈ റെഗുലേഷനുമായി ബന്ധപ്പെട്ട പരിശോധനകളും ഒക്കെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് ലോസ് ഓഫ് കൺട്രോൾ, നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. ഒറിജിനൽ ഫൗണ്ടേഴ്സിന് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിന് കമ്പനിയിലുള്ള നിയന്ത്രണം ഭാവിയിൽ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അടുത്ത പോയിൻ്റാണ് ഷോർട്ട് ടേം പ്രഷർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഗ്രോത്ത്, ഈ ക്വാർട്ടർലി റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യാനുള്ളൊരു പ്രഷർ ഉണ്ടാകുമ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് വളരെ മിനിമലായിട്ട് ഫീൽ ചെയ്യുന്നു. ഇത് കമ്പനിയുടെ പുറത്ത് എന്ത് ചെയ്യുന്നു, കൂടുതലൊരു ഭാരം ഉളവാക്കുന്നു എന്നുള്ളതാണ്. ഇനി റിസ്ക് ഓഫ് ഹോസ്റ്റൈൽ ടേക്ക് ഓവേഴ്സ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഡിസഡ്വാൻറ്റേജിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ തന്നെയാണ് മറ്റുള്ള എൻറ്റിറ്റീസിന് കമ്പനിയിലെ ഒരു കൺട്രോൾ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഒരു ലിസ്റ്റിങ്ങിന് പോകുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള നേട്ടങ്ങളും അവർക്കുള്ള കോട്ടങ്ങൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ത്യയിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് ഒരു കമ്പനിക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോയിൻറ്റ് കീ അഡ്വൈസേഴ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചധികം കാലം നീണ്ടു നിൽക്കുന്നൊരു പ്രോസസ്സാണ്. ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാകും, അതിൽ അസിസ്റ്റ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്, മെർച്ചൻ്റ് ബാങ്കേഴ്സ് അല്ലെങ്കിൽ ലീഡ് മാനേജേഴ്സ്, ലീഗൽ അഡ്വൈസേഴ്സ്, ഓഡിറ്റേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ് ആൻഡ് രജിസ്ട്രാർസ്, ഇങ്ങനെയുള്ള അഡ്വൈസേഴ്സിനെ എന്ത് ചെയ്യണം, അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താ ഇവർ ചെയ്യുന്നത്? These professionals help prepare documentation and ensure compliance with SEBI and exchange regulations. SEBI എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ നിയന്ത്രണവും ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിയന്ത്രണം, അതിൽ മാറ്റങ്ങൾ വരുത്താനൊക്കെ അധികാരമുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് SEBI ആണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ സെബിയിലും മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അധികാരികൾക്കുമൊക്കെ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ മെർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെയും അതുപോലെ അണ്ടർ റൈറ്റേഴ്സ്, രജിസ്ട്രാർസിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, അപ്പോയിൻറ്റ് കീ അഡ്വൈസേഴ്സ്. ഇനി രണ്ടാമത്താണ് ഡ്യൂ ഡെലിജൻസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. ഡീറ്റെയിൽഡ് ഫൈനാൻഷ്യൽ, ലീഗൽ ആൻഡ് ബിസിനസ് റിവ്യൂ, ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. The draft red herring prospectus includes company background, financials, risk, etc. Conduct internal restructuring if needed. Example, converting to a public limited company. അതായത് ഡ്യൂ ഡെലിജൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ടോ ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്നുള്ള വാക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും. ഇപ്പോൾ നിങ്ങളൊരു കോളേജിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താ തരുന്നത്, ഒരു പ്രോസ്പെക്ടസ് തരും അല്ലേ. അപ്പോൾ ആ കോളേജിനെ പറ്റിയും കോളേജ് ഓഫർ ചെയ്യുന്ന കോഴ്സുകളെ പറ്റിയും അവിടുത്തെ ഫാക്കൽറ്റിയെ പറ്റിയും
കോഴ്സിൻ്റെ ഡ്യൂറേഷനെ പറ്റിയും ഫീസിനെ പറ്റിയൊക്കെയുള്ള എല്ലാ വിവരങ്ങളും ആ പ്രോസ്പെക്ടസ് റെഫർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. എന്ന് പറയുന്നത് പോലെ ആളുകളിൽ നിന്ന് പണം മൂലധനം സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ കമ്പനിയെ പറ്റിയുള്ളൊരു ധാരണ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി കമ്പനി ഓഫർ ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ് എന്ത്, ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള പ്രോസ്പെക്ടസിൻ്റെ മുമ്പുള്ള ഒരു പ്രിലിമിനറി വേർഷനാണ് ഈ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതായത് ഈ പബ്ലിക്കിന് പ്രോസ്പെക്ടസ് കൊടുക്കുന്നതിന് മുമ്പ് ഈ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് അധികാരികളെ ബോധ്യപ്പെടുത്തുക. അതായത് സെബിയായിട്ട് ബന്ധപ്പെട്ട് സെബിക്ക് ഫയൽ ചെയ്യുന്ന അല്ലെങ്കിൽ സെബിയിലുള്ള ആളുകൾക്ക് ഉറപ്പാക്കാൻ വേണ്ടി അവർക്ക് ഫയൽ ചെയ്യുന്ന ഒരു ഡ്രാഫ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതായത് ശരിക്കുമുള്ള പ്രോസ്പെക്ടസിന് അത് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതിന് മുമ്പ് ആ പ്രോസ്പെക്ടസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സെബിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഡ്രാഫ്റ്റിനെയാണ്, അല്ലെങ്കിൽ പ്രോസ്പെക്ടസിന് മുമ്പുള്ള പ്രിലിമിനറി വേർഷനെയാണ് നമ്മൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസുകൾ എന്ത് ചെയ്യുക, ഫോർമുലേറ്റ് അത് ഡ്രാഫ്റ്റ് ചെയ്യുക. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് അതാണ് ഇവിടെ പറയുന്നത്, കമ്പനി ബാക്ക്ഗ്രൗണ്ട്, ഫൈനാൻഷ്യൽ റിസ്ക് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റേഷൻ നടത്തുക. ഇനി കണ്ടക്ട് ഇൻറ്റേർണൽ റീസ്ട്രക്ചറിങ് ഇഫ് നീഡ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കമ്പനിക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ കുറച്ചധികമുണ്ട്. കുറച്ച് വർഷം, ചിലപ്പോൾ 1-2 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയ മാറ്റങ്ങൾ ഈ ഒരു ഓർഗനൈസേഷനിൽ കമ്പനിയിൽ വരുത്തിയാൽ മാത്രമേ ചിലപ്പോൾ അവർക്ക് ലിസ്റ്റിങ്ങിന് പോകാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള എന്തെങ്കിലും വർക്ക്, ഇപ്പോൾ ചിലപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കും, പ്രൈവറ്റ് കമ്പനിക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം അതിനൊരു പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യണം. അതുപോലെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ, അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു റീസ്ട്രക്ചറിങ് നടത്തേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണം. അതാണ് അടുത്ത ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആപ്ലിക്കേഷൻ. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ 2 സ്റ്റെപ്പുകൾക്ക് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെയാണ്. അപ്പോൾ ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്നിലോ അല്ലെങ്കിൽ 2 എന്ത് ചെയ്യാം, ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതോടൊപ്പം എന്തൊക്കെ വേണം, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും ആ ഡോക്യുമെൻ്റ് പ്രസൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓഡിറ്റഡ് ഫൈനാൻഷ്യൽസ്, കഴിഞ്ഞ കുറച്ച് വർഷത്തെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാൻ അതിന് വേണ്ടിയിട്ട് ഓഡിറ്റഡ് ഫൈനാൻഷ്യൽസ് കൊടുക്കുക. പിന്നെ അതുപോലെ കോർപ്പറേറ്റ് ഗവേണൻസ് ഡോക്യുമെൻറ്റ്സ്, കമ്പനിയുടെ നിയമപരമായ കാര്യങ്ങളൊക്കെ അതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കോർപ്പറേറ്റ് ഗവേണൻസ് ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആ ഓർഗനൈസേഷൻ ഏതാണ്, സെബി അല്ലേ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അവരിൽ നിന്നുള്ള ക്ലിയറൻസ് അതും ഇതോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് IPO ലോഞ്ച്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പബ്ലിക്കിന് ഓഫർ ചെയ്യുകയാണ്. ഡിസൈഡ് ദ പ്രൈസ് ബാൻഡ് ആൻഡ് ലോട്ട് സൈസ്, എത്ര രൂപയ്ക്ക് എത്ര സൈസ് എത്രത്തോളം ഷെയറുകൾ ഓഫർ ചെയ്യുന്നുള്ളത് തീരുമാനിക്കുന്നു. ഓപ്പൺ ദ IPO ഫോർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ, ആളുകൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് IPO ഓപ്പൺ ചെയ്യുന്നു. ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ത്രൂ ASBA, ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട്. അതായത് പ്രൈസും ലോട്ടും സൈസും ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം IPO ഓപ്പൺ ആക്കുന്നു. ആളുകൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ASBA വഴി ഇൻവെസ്റ്റേഴ്സിന് ഷെയർ സബ്സ്ക്രിപ്ഷന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നു.